നമസ്കാരം. താരസംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പ് തർക്കങ്ങൾ പുതിയ ചേരിപ്പോരിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, താരസംഘടനയായ അമ്മയിൽ തിരഞ്ഞെടുപ്പുണ്ടാകേണ്ട സാഹചര്യം എന്താണെന്ന്. നടിയെ ആക്രമിച്ച കേസിൽ തുടങ്ങി WCCയുടെ രൂപീകരണം, ഹേമ കമ്മീഷന്റെ രൂപീകരണം, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവരുന്നു. ഇതിനു പിന്നാലെ പ്രമുഖ നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിക്കപ്പെടുന്നു. ഇതിനു പിന്നാലെയാണ് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മോഹൻലാൽ രാജിവെക്കുന്നത്. അതിനു പിന്നാലെ അമ്മയിൽ തിരഞ്ഞെടുപ്പ് വരുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ട പേരുകളിൽ ഒന്നാണ് നടി ശ്വേതാ മേനോന്റേത്. ഇപ്പോൾ നടിക്കെതിരെ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്നുള്ളൊരു പരാതിയുമായി മാർട്ടിൻ മേനേച്ചേരി എന്നുള്ളൊരാൾ രംഗത്ത് വരികയാണ്. എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം? ഇപ്പോൾ ഈ പരാതിയുമായി രംഗത്ത് വരേണ്ട കാരണം എന്താണ്? ഈ പരാതിയുടെ കഴമ്പ് എന്താണ്? ഈ വിഷയങ്ങളാണ് ഇന്ന് പേജ് 3 ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കുഞ്ചുവും അമ്മുവുമാണ്. അമ്മു, നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അമ്മ എന്ന സംഘടനയിൽ എത്തി നിൽക്കുന്ന ഘട്ടം വരെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നടി ശ്വേതാ മേനോനെതിരെ വന്നിരിക്കുന്ന ഈ പരാതിയുടെ കഴമ്പ് എന്താണ്? അതാണ് നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത്. AMMA എന്ന് അഭിസംബോധന ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, നടിയെ ആക്രമിച്ച സംഭവം 2017 നടക്കുന്നത്. അതിനുശേഷം AMMA എന്ന സംഘടനയ്ക്കുള്ളിൽ നടന്ന കാര്യങ്ങളും അതിനുശേഷം ആ ഒരു സംഘടനയെ അമ്മ എന്ന് അഭിസംബോധന ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഇരയ്ക്കും ഒപ്പം നിന്നു എന്നതാണ് അമ്മയെ AMMA ഇപ്പം അങ്ങനെ തന്നെ വിശേഷിപ്പിക്കുന്നതാണ് കുറച്ചുകൂടി എനിക്ക് മലയാളി സമൂഹത്തിന് അതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. അപ്പം അതിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഒരു നടിയാണ് ശ്വേതാ മേനോൻ, അറിയപ്പെടുന്നൊരു നടിയാണ്, നല്ലൊരു അഭിനേത്രിയാണ്. അവർ ഒരു ബോൾഡായിട്ടുള്ളൊരു ആക്ട്രസ്സാണ്. അപ്പം ശ്വേതാ മേനോൻ സ്വന്തം ജോലിയാണ് ചെയ്തത്, അഭിനയിക്കുക എന്ന് പറയുന്നത് സ്വന്തം തൊഴിൽ. ആ തൊഴിലിൻ്റെ അടിസ്ഥാനമാക്കിയുള്ളൊരു താരസംഘടനയിലാണ് അവരിപ്പോൾ മത്സരിക്കാൻ നിൽക്കുന്നത്. അത് അടുത്ത കാര്യം. അവർ അഭിനയിക്കുന്നു ഒരു സിനിമയിൽ, അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഇവിടെ 3 സിനിമയുടെ പേരാണ് പരാതിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ ഒക്കെ പക്ഷേ തിയേറ്ററുകളിൽ വലിയ വിജയമായ കളിമണ്ണ്, പാലേരി മാണിക്യം അവാർഡ് കിട്ടിയ സിനിമയാണ് പാലേരി മാണിക്യം. അങ്ങനത്തെ ഒരു 3 സിനിമകൾ, കളിമണ്ണ്, പാലേരി മാണിക്യം, അതുപോലെ രതിനിർവേദം നമ്മൾ ആലോചിക്കണം, ഭരതൻ്റെ കാലത്തെ രതിനിർവേദത്തിനെ അവർ റിന്യൂ ചെയ്താണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ. അപ്പം രതിനിർവേദം, ഈ 3 സിനിമകളെ പറ്റി, ഈ സിനിമയിൽ അഭിനയിച്ചൊരു നടിയാണവർ. അപ്പോൾ ഇവർക്കെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. എന്തിനാണെന്ന് പരാതിക്കാരൻ പറയുന്നത്, അതിൽ അശ്ലീല രംഗങ്ങളുണ്ടായിരുന്നു, അതിലവർ അഭിനയിച്ചു. ഇപ്പോൾ അതിലെ രംഗങ്ങൾ കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതുപോലെ പോൺ സൈറ്റുകളിൽ ഇത് വിൽപ്പനയ്ക്ക് വെച്ച് ലാഭം നേടുന്നുണ്ട്. ആര് ലാഭം നേടുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പരാതിക്കാരൻ്റെ പറച്ചിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അത് ഒട്ടും മനസ്സിലാക്കാത്ത ഒരു പരാതിയാണ്. ആദ്യം പോലീസിൽ അദ്ദേഹം പരാതിയുമായി എത്തിയെന്നും പോലീസ് അത് സ്വീകരിച്ചില്ല. സ്വാഭാവികമായിട്ട് അത് കേൾക്കുന്ന മലയാളികൾക്ക് ഇത് മനസ്സിലാവുന്നില്ല, ഇവിടെ എന്താണ് പ്രശ്നം. കാര്യം ശ്വേതാ മേനോനല്ല ഇത് കട്ട് ചെയ്ത് പോൺ സൈറ്റുകളിൽ ഇടുന്നത്. ഏതോ ഒരു കഴിഞ്ഞ ദിവസത്തെ മാധ്യമ ചർച്ചകളിൽ പറഞ്ഞ പോലെ ഏതോ ഒരു ഞരമ്പ് രോഗി കട്ട് ചെയ്ത് പോൺ സൈറ്റുകളിൽ ഇട്ട ദൃശ്യങ്ങളെ പറ്റിയാണ് ഇവിടെ ചർച്ച നടക്കുന്നത്, അല്ലെങ്കിൽ പരാതി കൊടുക്കുന്നത്. അതിൽ ശ്വേതാ മേനോൻ എന്താണ് അതിൻ്റെ അകത്തുള്ള റോളെന്ന് മനസ്സിലാവുന്നില്ല. അതുമാത്രമല്ല, ആ സിനിമയിൽ ശ്വേതാ മേനോൻ മാത്രമല്ല അഭിനയിച്ചിട്ടുള്ളത്. ബ്ലെസ്സി സംവിധാനം ചെയ്ത സിനിമയാണ് കളിമണ്ണ്. അത് കളിമണ്ണിനെ പറ്റി പറയുന്നത് അവർ അവരുടെ പ്രസവം ഷൂട്ട് ചെയ്ത് പ്രദർശിപ്പിച്ചു എന്ന്. എങ്കിൽ ഇവിടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പോൾ കാണിക്കുന്നതിനെല്ലാം നമ്മൾ കേസെടുക്കണമല്ലോ. അതാണ് അവസ്ഥ. അത് ഒന്നാമത് ഇവിടെ സിനിമ കാണുന്ന മലയാളികളുടെ സിനിമ ഇതിനെ നമ്മൾ ഒരിക്കലും താഴ്ത്തി പറയരുത്. കാര്യം ലോക സിനിമ കാണുന്ന മലയാളികൾക്ക് അതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്ന മാർട്ടിൻ മേനേച്ചേരിക്ക് മാത്രമേ അതൊരു പ്രശ്നമായിട്ട് തോന്നാൻ സാധ്യതയുള്ളൂ. അതൊന്ന്. പിന്നെ ഈ പാലേരി മാണിക്യത്തിൽ അതിൽ ശ്വേതാ മേനോൻ അഭിനയിച്ചു. രഞ്ജിത്താണ് അത് ഡയറക്റ്റ് ചെയ്തത്. അദ്ദേഹം മമ്മൂട്ടിയുടെ സിനിമ. രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരു നല്ലൊരു സ്ഥാനത്തിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ കാരണങ്ങൾ പലതുമായിട്ട് പുറത്തുപോയി, ശരിയാണ്. അവർക്കൊന്നും പ്രശ്നമില്ല. അഭിനയിക്കാൻ പറഞ്ഞ സംവിധായകനോ കൂടെ അഭിനയിച്ച നടനോ ഒന്നും ഒരു പ്രശ്നമല്ല. കൂടെ അഭിനയിച്ച നമ്മുടെ സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ അദ്ദേഹത്തിനൊന്നും ഒരു പ്രശ്നം. ശ്വേതാ മേനോനാണ് അവിടെ പ്രശ്നം. തീർച്ചയായും ഇത് അമ്മ ജനറൽ ബോഡി ഇലക്ഷനുമായി താരതമ്യം ചെയ്ത് അതിലാണ് പറഞ്ഞു വരുന്നത്. ഇത് രണ്ടാമത്തെ പ്രശ്നം, ഈ അമ്മയ്ക്കുള്ളിൽ ഉള്ള ഒരു എന്താണ് അമ്മയ്ക്കുള്ളിൽ നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നവും കൂടെ ഇവിടെ ഉണ്ട്. ഇവർ മത്സരിക്കാൻ, ഇവിടെ ജനറൽ ബോഡി ഇലക്ഷൻ നടക്കുന്നു, ശ്വേതാ മേനോൻ മത്സരിക്കാൻ വരുന്നു. ഇപ്പം വൻ താരങ്ങളൊന്നും ഇതിൽ മത്സരിക്കാൻ നിൽക്കുന്നില്ല. അത് ആദ്യമേ ഇവിടെ ചർച്ചയായതാണ്. മോഹൻലാൽ പിന്മാറി ബാക്കിയുള്ള താരങ്ങൾ, ഇപ്പം യുവതാരങ്ങൾ, പലരും അഭിപ്രായം പറയുന്ന യുവതാരങ്ങൾ പോലും ആ മത്സര രംഗത്തില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അവരില്ല. എന്നിട്ട് അതിൻ്റെ അകത്തുണ്ടായ പ്രശ്നം തുടങ്ങുന്നത്, ആരോപണ വിധേയരായവർ മത്സരിക്കരുത്, ജനറൽ ബോഡിയിലെ പ്രധാന ഇതിൽ മത്സരിക്കരുത്, അതിൻ്റെ ഉള്ളിൽ തന്നെ
പ്രശ്നം വന്നിരുന്നു. അതുകൊണ്ട് പല നടന്മാർക്കും മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമ കേസ് ഇതിനൊക്കെ ആയിട്ട് ഉള്ള നടന്മാർക്ക് മാറി നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ മാറി നിന്ന ആ നടന്മാർ, ഇപ്പോൾ ഒരു നടൻ മാറി നിൽക്കേണ്ടി വന്ന നടൻ പുറത്തു പോയിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇടുന്നുണ്ട്, എനിക്കെതിരെ പറഞ്ഞവരെ ഞാൻ മറക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷമാണ് ശ്വേതാ മേനോനെതിരെ ഒരു ആരോപണം വരുന്നത്, ഒരു കഴമ്പുമില്ലാത്തൊരു ആരോപണം. ഇത്രയും കേസും പ്രശ്നവും വന്ന ആൾക്കാർ പോകുന്നിടത്ത് ശ്വേതാ മേനോനും ഇരിക്കട്ടെ ഒരു ആരോപണം, അവർ മത്സരിക്കേണ്ട എന്ന് ആരൊക്കെയോ ഒരു ഗൂഢാലോചന നടത്തുന്നു. അതൊരു നാണം കെട്ട ഗൂഢാലോചന എന്ന് പറയുന്നതായിരിക്കും ശരി. അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെ ഒരു കേസൊക്കെ എങ്ങനെയാണ് ഫയൽ ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് അവിടുത്തെ പ്രശ്നം. ശരിക്കും ഇവിടുത്തെ പ്രശ്നം ഈ അമ്മയിലെ സംഘടനയിലെ ആളുകളുടെ തന്നെ ഒരു പേടിപ്പെടുത്തുന്ന മൗനമുണ്ട്. ഇത്രയും നേരമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പരാതി വരുന്നു, ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കപ്പെടുന്നു, തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആളിന് നേരെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കപ്പെടുന്നത്. അതൊരു നടി മാത്രമല്ല, ഇത്തരത്തിൽ ഇങ്ങനെയുള്ള രംഗങ്ങളിൽ അഭിനയിച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയിൽ സിനിമ ആവശ്യപ്പെടുന്ന ആ കഥാപാത്രം ആവശ്യപ്പെടുന്ന രീതിയിൽ അഭിനയിച്ചു എന്നതാണ് ആ നടി ചെയ്ത തെറ്റ്. എന്താണ് പറയാനുള്ളത്? ഇതിൽ അമ്മു ചോദിച്ചു ശ്വേതാ മേനോന്റെ ഇൻവോൾവ്മെന്റ് എന്താണ്, ശ്വേതാ മേനോൻ ചെയ്ത തെറ്റ് എന്താണ് എന്ന് ചോദിച്ചു. ഇൻവോൾവ്മെന്റും തെറ്റും എന്ന് പറയുന്നത് അവർ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. കാരണം ആരോപണ വിധേയനായിട്ടുള്ള ഒരാളെ മാറ്റണമെന്ന് പറഞ്ഞ് മറ്റുള്ള എല്ലാവരും കൂടി ആക്രോശിച്ചപ്പോൾ അയാൾ പിൻവാങ്ങുകയും ആ മത്സരരംഗത്തേക്ക് ഇനി താനില്ല, അതിൻ്റെ വിഴുപ്പലക്കാൻ താനില്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു. അപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആരോപണ വിധേയനായ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു ആരോപണ വിധേയയായിട്ടുള്ള ആളായി ഇപ്പോൾ ശ്വേതാ മേനോൻ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് വളരെ രസകരമായി തോന്നിയത്, ഇന്ന് നടൻ നിർഷാദ് അലി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ, മീര ജാസ്മിനുമായി ബന്ധപ്പെട്ടുള്ളൊരു സിനിമ, പാടം എന്നൊരു വിലാപം. അദ്ദേഹം ആ പോസ്റ്റർ പങ്കുവെച്ചാണ് ആ ഒരു കുറിപ്പിട്ടത്, ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടത്. എൻ്റെ അറിവനുസരിച്ച് മീര ജാസ്മിൻ ഇപ്പോൾ അമേരിക്കയിലാണ്, ഞാനിവിടെ നാട്ടിലുമുണ്ട്. ഇനി പോലീസും ഇതെല്ലാം അന്വേഷിച്ച് വരുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, ഞാൻ ജാമ്യം എടുക്കണോ അതോ ഒളിവിൽ പോകണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതാണ് അവസ്ഥ. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത് ഈ ഒരു കാര്യം ഈ രതി നിർവേദം എന്ന് പറയുന്ന സിനിമ അടൻസൊള്ളിയായിട്ട് കാണിക്കുന്നു എന്നുള്ളത് എഴുതി വെച്ച് അല്ലെങ്കിൽ അതിനെ സെൻസർ ചെയ്ത്, ഇത് സെൻസർ ചെയ്തൊരു സിനിമയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളിൽ വന്നിരുന്ന് പറയുന്നുണ്ട്, 2 കുട്ടികൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് തിരഞ്ഞു പോയെന്ന് പറഞ്ഞു. അയാൾ തിരഞ്ഞു പോയതിൻ്റെ കാര്യം മറ്റൊന്ന്. അതുപോലെ ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ 2 കുട്ടികൾ കണ്ടു എന്ന് പറയുന്നു. ഈ 2 കുട്ടികൾ ആരാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു ഈ സിനിമകളെല്ലാം ടെലിവിഷനിൽ വന്ന സിനിമകളാണ്. തീർച്ചയായും അല്ല, സെൻസർ നിർവേദന US സർട്ടിഫിക്കറ്റ് ആണ് ശ്വേതാ മേനോൻ ചെയ്ത സിനിമയ്ക്ക്. ഭരതന്റെ സമയത്ത് A സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമയാണ്. അത് കൃത്യമായിട്ട് വ്യക്തമാക്കിയാണ് ആ സിനിമ ഇറങ്ങുന്നത്. അത് ആര് കാണുന്നു? ഈ ഒരു കാര്യം കളിമണ്ണ് എന്ന് പറയുന്ന സിനിമ, ആ സിനിമയുമായി ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ നേരത്തെ അമ്മു തന്നെ സൂചിപ്പിച്ച പോലെ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ വൈറലായി നിൽക്കുന്ന ആൾക്കാർ കാണിക്കുന്നതിൻ്റെ 100-1 അംശം പോലും കാണിച്ചിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന് പറയുന്ന രഞ്ജിത്തിന്റെ സിനിമ, അതിവിടെ റീ റിലീസ് ചെയ്യുന്ന സമയത്തും വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ഉണ്ടായിരുന്നു. ആ സിനിമയിലെ അഭിനയം, ഇങ്ങനെ 3 സിനിമകളാണ് പറയുന്നത്. ഈ 3 സിനിമകളിലെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു മീഡിയയിൽ പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതായത് ചിത്രീകരിച്ചിട്ട് ഒഴിവാക്കിയ രംഗങ്ങൾ ശ്വേതാ മേനോൻ കൈക്കലാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അതാണ് ഞാൻ കണ്ടതെന്നാണ് പറഞ്ഞത്. തെളിവ് എവിടെ? ശ്വേതാ മേനോൻ തെളിവ് അദ്ദേഹം കണ്ടു എന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും രസകരമെന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹം എല്ലാ ചാനലിലും വന്ന് ഇരുന്നതിനെ പറ്റി വാദിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രധാന. അത് കഴിഞ്ഞ ദിവസം തന്നെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, ഇന്ത്യയിൽ നിരോധിച്ച സൈറ്റുകൾ പോലും അദ്ദേഹം ആ എഫ്ഐആറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അതായത് പരാതിയിൽ നൽകിയിരിക്കുന്ന 20ഓളം സൈറ്റുകളുണ്ട്. ആ 20ഓളം സൈറ്റുകളിലാണ് ഇത് കാണാൻ കഴിയുന്നത്. ആ 20ഓളം സൈറ്റുകളിൽ ശ്വേതാ മേനോന്റെ ഇത്തരത്തിലുള്ള ഹോട്ടസ്റ്റ് ആൻഡ് സെക്സി എഫ്ഐആറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഡയലോഗ് അതാ, ഹോട്ടസ്റ്റ് ആൻഡ് സെക്സി വീഡിയോ. ഞാൻ ഹോട്ടസ്റ്റ് ആൻഡ് സെക്സിയസ്റ്റ് വുമൺ ഇൻ ദ വേൾഡ് എന്ന് അവർ പറഞ്ഞു ഏതിലോ. അതിനിപ്പം അവരത് സംസാരിച്ചതിന് അയാൾക്ക് എന്താണ്? ഒരു സ്ത്രീ അവരെ പറ്റി സംസാരിക്കുന്നതിന് അയാൾക്ക് എന്താണ്? അതിനെന്താ തെറ്റ്? മാത്രമല്ല ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ കണ്ടുവന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾക്കെതിരെ പോക്സോ കേസ് എടുക്കണ്ടേ? അതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം. അതെങ്ങനെ കണ്ടു? അല്ല, ഇതിനെ തുടർന്നുള്ള ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇയാൾ അകപ്പെടും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ല ഈ കുട്ടികൾ ഇത് കണ്ടതുകൊണ്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അവതാരകൻ ചോദിക്കുന്നുണ്ട് എന്താണ് സെർച്ച് ചെയ്തത്? അത് ശ്വേതാ മേനോൻ ഹോട്ട് വീഡിയോ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയത്. അങ്ങനെ സെർച്ച് ചെയ്യാൻ നോക്കാനുള്ള മനോവികാരമുള്ള ആള് പരാതി കൊടുക്കാൻ പോകരുതെന്നാണ് ഞാൻ പറയുന്നത്. 1. 2, ഇത് ആദ്യമായിട്ടല്ല, ശ്വേതാ മേനോൻ അല്ല ഇങ്ങനെയുള്ളൊരു സിനിമയിൽ ഇത് അഭിനയിച്ച്. അദ്ദേഹം ആ പരാതിയിൽ എഴുതിയിരിക്കുന്ന FIR വായിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചിരി വരും. പരാതി എടുക്കാൻ പറഞ്ഞ അത് ഇന്ന് ഹൈക്കോടതി ഞാൻ റിപ്പോർട്ട് നേടിയിട്ടുണ്ട്. അതായത് ഒരു നടപടിക്രമങ്ങളും സ്വീകരിക്കാതെ അതിവേഗത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് ഉയർന്നു വന്നപ്പോൾ തന്നെ അതിവേഗത്തിൽ FIR രജിസ്റ്റർ ചെയ്ത സാഹചര്യം എന്താണെന്ന് വ്യക്തമാക്കണമെന്നുള്ളത്
അവിടെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ആ FIR പറയുന്നത് കാമസൂത്രയിലെ പരസ്യത്തിൽ അഭിനയിച്ചതിന്റെ പേരിൽ വളരെയധികം എക്സ്പ്ലോയിറ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം അവര് എന്താണ് സെക്സിന് അനുകൂലമായിട്ടുള്ള സമീപനമായിരുന്നു ആ പരസ്യത്തിൽ. ആ പരസ്യത്തിൽ മുഴുവൻ അത് കാണാൻ, കാമസൂത്രയുടെ പരസ്യത്തിൽ പിന്നെ രാമായണം വായിക്കാൻ പറ്റൂല. ഈ ഒരു രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നുള്ളതാണ്, ഈ ഒരു രീതിയിൽ FIR എഴുതി വെച്ചിരിക്കുന്നുള്ളതാണ്. ആ FIR ആ പരാമർശം വായിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അടിസ്ഥാനത്തിലുള്ള നിയമ സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അശ്വതി പറഞ്ഞൊരു കാര്യം, ഇത്രയും വലിയ വിഷയം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ അമ്മയിലെ ഒരാൾ പോലും, അമ്മ സംഘടന പോട്ടെ, അവരെ കൂടെ പ്രവർത്തിക്കുന്ന, അവരുടെ കൂടെ അഭിനയിച്ച മറ്റാരും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും വാ തുറന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പാലേരി മാണിക്യവുമായി ബന്ധപ്പെട്ട വിവാദവും പറഞ്ഞിട്ടുണ്ട്. പാലേരി മാണിക്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പാലേരി മാണിക്യത്തിൻ്റെ ഡയറക്ടറായ രഞ്ജിത്തിന് പറയാമായിരുന്നു, ഒപ്പം അഭിനയിച്ച മമ്മൂട്ടിക്ക് പറയാമായിരുന്നു. മമ്മൂട്ടി പല കാര്യങ്ങളിലും ഇപ്പോൾ ഇടപെട്ടു എന്ന തരത്തിലുള്ള മറ്റ് പല വാർത്തകളും വരുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നില്ല? ഇങ്ങനെ അല്ലെങ്കിൽ പോട്ടെ, ഏത് ഈ അമ്മയുടെ സംഘടനയിലുള്ള ആൾക്കോട്ടെ, സഹപ്രവർത്തകരായ ആർക്കും പ്രതികരിക്കാമല്ലോ, ആരും പ്രതികരിച്ചു. ഇന്ന് സാബുമോൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. നിശബ്ദത വലിയ രീതിയിലുള്ള നാണക്കേടുണ്ടാക്കുന്നു, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ആ നിശബ്ദത കർമ്മയാണ്, തിരിഞ്ഞു നാളെ നിങ്ങളുടെ അടുത്തേക്കും വരാം. ആദ്യമായിട്ടല്ല നിശബ്ദത വരുന്നത്. നമ്മളെ നടിയെ ആക്രമിച്ച കേസിന് ശേഷം സംഭവിച്ചൊരു വാർത്താ സമ്മേളനം മലയാളികൾ ആരും മറന്നിട്ടുണ്ടാവില്ല. ചിലർ ഫോൺ നോക്കിയിരിക്കുന്നു, ചിലരിരുന്ന് തമാശിച്ച് ചിരിക്കുന്നു. അത് ആരോപണ വിധേയനായ ഒരു വ്യക്തിയാണ് അവരുടെ കൂടെ ഇരിക്കുന്നത്. അയാൾക്ക് വേണ്ടി വാദിക്കുകയാണ് അമ്മയിലുള്ള പുരുഷന്മാർ. ആ ഒരു സ്ഥിതി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അല്ല, ഇത് അമ്മയിൽ വലിയൊരു മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. കാരണം അമ്മയിൽ ഒരു ലേഡി ഒരു നേതൃസ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു ലേഡി വരുമ്പോൾ അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. കാരണം പ്രത്യേകിച്ച് WCC എന്ന് പറയുന്ന ഒരു വിഭാഗം, ഒരു സംഘടന അപ്പുറത്തെ വശത്തുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അമ്മയുടെ തലപ്പത്തേക്ക് ഒരു ലേഡി വരുമ്പോൾ ഇത് രണ്ടും തമ്മിൽ ചർച്ച ചെയ്യപ്പെടുന്നുള്ളത് സ്വാഭാവികമാണ്. അതുമാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ഈ WCCയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അമ്മയുമായി ബന്ധപ്പെട്ടോ ഒക്കെ പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ WCC രൂപീകരിക്കുന്ന സമയത്ത് അമ്മയ്ക്കുള്ളിൽ തന്നെ ഒരു ചർച്ച ഉണ്ടായിരുന്നുവെന്നും അന്ന് സംസാരിച്ച കാര്യങ്ങളുടെ ടേപ്പ് ഉൾപ്പെടെ അവിടെയാണ് ശ്വേതാ മേനോനെതിരെ മാത്രമല്ല കുക്കു പരമേശ്വരനെതിരെയും ഇത്തരത്തിൽ ഈ ടേപ്പ് വിവാദം ഉണ്ടായിട്ടുണ്ട്. അത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മൾ ആ ഒരു വാർത്ത കേട്ടത്. അതും ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതാണ്. അല്ല, ഞാൻ ഇതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മത്സര രംഗത്തേക്ക് എത്തിയ ഒരു നടൻ അദ്ദേഹം ആരോപണ വിധേയനെന്ന് പറഞ്ഞ് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കാരണം എല്ലാവരും പറഞ്ഞു ആരോപണ വിധേയനാണ്, ഇനി മത്സരിക്കേണ്ട കാര്യമില്ല, ആരോപണ വിധേയനാണ്, അതുകൊണ്ട് മാറി നിൽക്കണം. അങ്ങനെ എല്ലാവരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞു, ഇനി വിഴുപ്പലക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ ആരോപണ വിധേയം തന്നെയാണ്, ഞാൻ മാറുന്നു എന്ന് പറയും. സ്വാഭാവികമായിട്ടും ശ്വേത മത്സരരംഗത്തേക്ക് എത്തിയപ്പോൾ ശ്വേതയ്ക്ക് വലിയൊരു പിന്തുണ കിട്ടുന്നു എന്ന് അറിയുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ശ്വേതയും ആരോപണ വിധേയമാണ്. ഇനി ആ പറഞ്ഞ ആൾക്ക് അല്ലെങ്കിൽ ആ ഒഴിവായ ആൾക്ക് തിരിച്ച് ചെക്ക് വയ്ക്കാവുന്ന അവസരമാണ്. അദ്ദേഹത്തിനും പറയാം ആരോപണ വിധേയയാണ്, എന്നെ പോലെ തന്നെ വലിയ രീതിയിലുള്ള അതും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കുറ്റം, FIRൽ പറഞ്ഞിരിക്കുന്ന കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അശ്ലീല പോൺ സൈറ്റുകളിൽ ഈ വീഡിയോ പ്രചരിപ്പിച്ച് ലാഭവിഹിതം നേടുകയും ഒരു തലമുറയെ വഴിതെറ്റിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ഈ തലമുറ ഏത് തലമുറയാണ് വഴിതെറ്റി ഇങ്ങനെ ഈ ശ്വേതാ മേനോനെ അന്വേഷിച്ച് പോകുന്നു എന്നുള്ളത് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയിൽ കിട്ടാത്ത, ഇന്ത്യയിൽ ബാൻ ചെയ്ത സൈറ്റുകൾ ഉൾപ്പെടെയാണ് പരാതിയിൽ എഴുതിയിരിക്കുന്നത്. ഈ സൈറ്റുകളിൽ എങ്ങനെ ഇയാൾ കണ്ടു, ഇയാൾക്ക് അതിന് എങ്ങനെയുള്ള ആക്സസ് കിട്ടി എന്നുള്ള ചോദ്യങ്ങളെല്ലാം പ്രസക്തമാണ്. ആ ചോദ്യങ്ങൾക്കെല്ലാം സൈബർ പോലീസ് അത് കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ മാർഗം. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏത് സാഹചര്യത്തിലാണ് അമ്മയിൽ ഈ തിരഞ്ഞെടുപ്പ് എത്തുന്നത് എന്നതാണ്. അതായത് ഈ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ മറന്നേക്ക് പുറത്തു വരുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുണ്ടായ ഹേമ കമ്മീഷൻ രൂപീകരിക്കുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നു. ആ റിപ്പോർട്ടിൽ ഈ പ്രമുഖരായ നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിക്കപ്പെടുന്നു. അവിടെയും പക്ഷേ ഈ സ്ത്രീകൾക്ക്, അതായത് ആരോപണം ഉന്നയിച്ച് മുന്നോട്ട് വന്ന സ്ത്രീകൾക്ക് വേണ്ട വിധത്തിൽ പിന്തുണ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിലെനിക്ക് എതിർ അഭിപ്രായമുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നൊരു കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക. ഒരു കമ്മീഷൻ രൂപീകരിച്ച ആ കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് എത്ര ദിവസമാണ് സർക്കാർ അതിനെ തടഞ്ഞു വെച്ചത്, അല്ലെങ്കിൽ എത്ര ദിവസമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഈ സംഘടനയുടെ ഭാഗത്തുനിന്നോ ഈ പുറത്ത് പറഞ്ഞു സ്ത്രീകൾക്ക് കിട്ടില്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല നടിമാരും
പിന്നീട് അത് പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പിന്തുണ റിപ്പോർട്ട് തന്നെ കിട്ടാത്തത് വേണ്ടെന്ന് കൊണ്ടാണ്. വെച്ചിട്ടുണ്ട്. അവർക്ക് ആ ഒരു പിന്തുണ കിട്ടിയിരുന്നെങ്കിൽ എത്രയോ കാര്യങ്ങൾ പുറത്തു വരുമായിരുന്നു. അത് കിട്ടില്ല എന്ന് അവർക്ക് ഉറപ്പാണ്. ഈ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം മലയാള ഫിലിം അവിടെയും ഇൻഡസ്ട്രിയിലെ പ്രധാന നടിമാർ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. ഈ അവർക്ക് കിട്ടുന്ന പിന്തുണ എത്രമാത്രമാണ്. കാരണം ഈ ആരോപണ വിധേയരുടെ കയ്യിൽ ടൂളായി പ്രവർത്തിക്കുന്ന സ്ത്രീകൾ തന്നെ ആ സംഘടനയ്ക്കകത്തുണ്ട് എന്നതുള്ളതാണ് അമ്മയിലതുണ്ട്. അത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അല്ലാതെ അവിടെ നിൽക്കുന്നവരൊക്കെ അവരുടെ പിന്തുണയോടുകൂടി നിൽക്കുന്ന സ്ത്രീകൾ അവർക്ക് വേണ്ടി അവിടെയും പ്രധാന പ്രശ്നം അവരുടെ നിലനിൽപ്പ് എന്നുള്ളതാണ്. കാരണം നാളെ അവർക്ക് അവസരം ഉണ്ടാകില്ല, അല്ലെങ്കിൽ അവരുടെ അത് കൃത്യമായി രഞ്ജിനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം രഞ്ജിനി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നപ്പോൾ അവർ കൃത്യമായും തന്റെ നിലപാടുകൾ പറഞ്ഞു. ഇങ്ങനെ പരസ്യപ്പെടുത്താൻ പാടില്ല. അവർ കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയത് വളരെയധികം രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു. അതിന് പ്രകാരമാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ സർക്കാരിന്റെ കയ്യിൽ ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് പ്രമുഖരായ എല്ലാവരും ഈ റിപ്പോർട്ട് കൃത്യമായി വായിച്ചറിഞ്ഞു എന്നുള്ളതും അതിനകത്തെ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് പലതരത്തിലുള്ള പൊട്ടിത്തെറികളാണ് വന്നത്. അതിൽ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പല നടിമാരും അല്ലെങ്കിൽ ചില ആൾക്കാർ പ്രത്യേക താല്പര്യത്തോടു കൂടി അല്ലെങ്കിൽ പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ചില നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ശരിയല്ല എന്ന് തെളിഞ്ഞിട്ടുമുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വലിയ മാറ്റം അമ്മയിൽ ഉണ്ടാകണമെന്ന് പറയുന്നത്, നേരത്തെ അമ്മ തന്നെ സൂചിപ്പിച്ച പോലെ അമ്മ എന്ന് മാറ്റി AMMA എന്ന് വായിക്കേണ്ട AMMA മാത്രമല്ല, മലയാള സിനിമാ ലോകത്തിന് വലിയ മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു റിപ്പോർട്ട് ആയിരുന്നിരിക്കാം അത്. പക്ഷെ അത് നമ്മളത് മുഴുവനായിട്ട് കണ്ടിട്ടില്ല. എന്താണ് അതിനുശേഷം ഗവൺമെന്റ് എത്രത്തോളം അതിനു വേണ്ടി അതിനുശേഷം പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത നാളുകളിൽ തന്നെ ഒരു സിനിമാ കോൺക്ലേവ് ഉണ്ടാവുന്നതാണ്. ഈ സിനിമാ കോൺക്ലേവ് നടന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്, 2-3 ദിവസം. അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം സിനിമ അങ്ങനെയല്ല. ഈ 2 ദിവസം സിനിമാ കോൺക്ലേവ് നടത്തിയത് അവർ പറഞ്ഞൊരു ആശയം എന്ന് പറയുന്നത് നല്ല സിനിമ നല്ല നാളെ എന്ന് പറയുന്നതാണ്. അതായത് ഈ സിനിമാ മേഖലയിലുള്ള എല്ലാ പ്രവർത്തകരുടെ, അത് ടെക്നീഷ്യന്മാരുടെ, പ്രൊഡ്യൂസർമാരുടെ, ഡയറക്ടർമാരുടെ, അഭിനേതാക്കളുടെ, അങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിച്ചത്. സിനിമ പോളിസി എന്ന് പറയുന്ന ആ ഒരു കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിലിം പോളിസി എന്ന് പറയുന്ന ആ കോൺക്ലേവ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പോളിസിയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം 2 ദിവസം കൂടിയിരുന്നവർ ചർച്ച ചെയ്ത് ഇനി ഇതിന്റെ നടപടികൾ എന്താണ് എടുക്കുന്നുള്ളത് മറ്റൊരു കാര്യം. എന്തെങ്കിലും നടപടികൾ എടുക്കുമോ എന്നുള്ളത് ഒരു ചോദ്യം മാത്രമേ അവശേഷിക്കുകയും ചെയ്യും. പക്ഷെ അതൊരു വിവാദത്തിലെത്തി നിന്നതുകൊണ്ട് അതിന്റെ ഒരു പ്രഭ മങ്ങിയ ഒരു അവസ്ഥയായിരുന്നു. അല്ല, അതിലും തീരുമാനങ്ങൾ എന്താണ് എടുത്തിട്ടുള്ളത് പൊതുജനങ്ങൾക്ക് അറിയില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ മീഡിയ മുഴുവൻ പുറത്താണ്. ഇതിൽ ഡെലിഗേറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഇതിന്റെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അവർക്ക് മാത്രമാണ് തീരുമാനങ്ങളും അഭിപ്രായങ്ങളും പറയാൻ കഴിയുന്നത്. അങ്ങനെ അഭിപ്രായം പറഞ്ഞ ആളിനെ പോലും തള്ളി പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇതെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ കൂടി, ഇതെല്ലാം വരുമ്പോഴും നമ്മൾ ഈ പറഞ്ഞതുപോലെ അമ്മ എന്ന് പറയുന്ന സംഘടന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. 506 അംഗങ്ങളോളം ഉള്ള ഒരു സംഘടനയാണ്. അവിടെ ഒരുപാട് ആക്ടേഴ്സിന് സഹായങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു സംഘടനയാണ്. അതായത് ഈ അമ്മയുടെ തലപ്പത്തേക്ക് സ്ത്രീകൾ അല്ലെങ്കിൽ കരുത്തരായ സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ അതിനെ ഭയക്കുന്നതാരാണ്? കാരണം ഈ മാർട്ടിൻ മേനേച്ചേരി എന്നുള്ള ഒരു വ്യക്തിക്ക് ഈ അമ്മയ്ക്ക് അകത്ത് ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഈ ശ്വേതാ മേനോൻ ഏതെങ്കിലും ചിത്രത്തിൽ അഭിനയിച്ചത് കൊണ്ട് എന്തെങ്കിലും ലാഭമോ നഷ്ടമോ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. അപ്പോൾ അവിടെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ ഈ ഒരു പരാതി എന്നുള്ള കാര്യമാണ്. സ്വാഭാവിക പരാതി അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ്. പരാതിയിൽ ഈ പറയുന്ന കാര്യം വളരെ ബാരിശു എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻസർ ചെയ്ത സിനിമകൾ ഇവിടെ പ്രദർശിപ്പിച്ച്, ഇവിടെ ടെലിവിഷനിൽ പ്രദർശിപ്പിച്ച്, ഇവിടെ വീണ്ടും റിലീസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന അവസ്ഥയിൽ അദ്ദേഹം പറയുകയാണ് ഇതിനകത്തെ ദൃശ്യങ്ങൾ പ്രചരിക്കുകയാണ് എന്ന്. ഇത് 2 കൊച്ചുകുട്ടികൾ, അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ കാണുകയാണ്. അങ്ങനെ ഞാൻ ഇത് വീണ്ടും അന്വേഷിച്ച് പോവുകയായിരുന്നു. ഞാൻ ഇത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അയാൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്നാണ് പറയുന്നത്. പല പോൺ സൈറ്റുകളിലും ഈ കാര്യങ്ങൾ കിടക്കുന്നതാണ്. ഇങ്ങനെ തെരഞ്ഞു പോയ അയാളുടെ മാനസിക സ്ഥിതിയാണ് ആദ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അത് മറ്റൊരു കാര്യം, അതവിടെ നിൽക്കട്ടെ. ഒരു കണക്കിന് ഇതൊന്നും അധികം നമ്മൾ എടുത്ത് കാര്യം പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ട കാര്യം പോലും അതിന്റെ ആവശ്യകത. കാരണം ഞാൻ നേരത്തെ ഇതിന്റെ എല്ലാ അടിസ്ഥാനം എന്ന് പറയുന്ന ഈ കാര്യം തന്നെ ഒരൊറ്റ കാര്യം, ആരോപണ വിധേയമാക്കുക എന്നുള്ളതാണ്. AMMA തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പ്രധാന പ്രശ്നം. അല്ല, അതിന്റെ മുൻസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രധാന സ്ഥാനത്തേക്ക് ശ്വേത വരരുതെന്നോ അല്ലെങ്കിൽ ശ്വേതയെ പിന്തുണയ്ക്കുന്നവർ എത്തരുതെന്നോ ഉള്ള ഉദ്ദേശമുള്ള ആൾക്കാരുണ്ടാവാം. അവർ ആരാണ് എന്നുള്ളത് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പലരും പറയുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് എന്തെന്ന് വെച്ചാൽ ഇപ്പം AMMA പോലൊരു സംഘടനയിലുള്ള ഇത്രയും ആൾക്കാർ ആരും തന്നെ ഇവർക്കൊരു സപ്പോർട്ടിനായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അവരാലോചിക്കണം, അവരുടെയും തൊഴിൽ ഇതാണ്. ആ തൊഴിൽ ചെയ്ത ശ്വേതയ്ക്കെതിരെയാണ് ഇപ്പം ഇങ്ങനെ ഒരു പരാതി വരുന്നത്. അത് അവരെയും കൂടെ ബാധിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ട് അവർ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. ശരിക്കും ഈ ഒരു പരാതിക്കെതിരെ അമ്മ സംഘടനയിലുള്ള എല്ലാവരും ഒന്നിച്ചു നിന്ന് അതിനെ എതിർക്കേണ്ട ഒരു ഘട്ടം തന്നെയാണ്. ഈ പരാതിയുടെ അടിസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരാതിയുടെ അടിസ്ഥാനം നോക്കുമ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ ഇനി ചർച്ച ചെയ്യപ്പെടുമോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ മോശം സിനിമകൾ നല്ല ഉദ്ദേശിച്ചത്. അതായത് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പോലുള്ള സിനിമകൾ ഇവിടെ A സർട്ടിഫിക്കറ്റ് കൊടുത്തത് അഡൽട്സ് ഓൺലി കണ്ടന്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഒട്ടേറെ മലയാള സിനിമകളുണ്ട്.
കഴിഞ്ഞ ദിവസം നമ്മൾ സിനിമകൾ മാത്രം പറയുന്നു, OTT-ൽ വരുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഷോകളെ പറ്റി എങ്കിൽ പിന്നെ ആൾക്കാർ കാണില്ലല്ലോ. അല്ല, അതിന് ഒരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കോൺക്ലേവിൽ പറഞ്ഞൊരു കാര്യം, ഈ ചാല മാർക്കറ്റിലെ തൊഴിലാളികൾ തട്ടി പൊളിച്ച് അകത്ത് കയറി സിനിമ കാണുന്നത്, IFFK-യുടെ പ്രദർശന സിനിമകൾ കാണുന്നത് സെക്സിന് വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വളരെ ഗുരുതരമായി അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. ആ ആരോപണത്തെ പോലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്റർനാഷണൽ സിനിമകൾ, നമ്മൾ ഫിലിം ഫെസ്റ്റിവലിനകത്ത് പോയി കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സിനിമകൾ നിശാഗന്ധിയിൽ ഓപ്പൺ ആയിട്ട് കാണിക്കുന്ന, ഓപ്പൺ സ്പേസിൽ കാണിക്കുന്ന സിനിമ ഈ പറഞ്ഞ പരാതിക്കാരൻ കണ്ടെങ്കിൽ ബോധം കെട്ട് വീണേനെ, അയാൾ ഒരു 50 പരാതി കൊടുത്തേനെ അങ്ങനെയാണെങ്കിൽ. അല്ല, അങ്ങനെയുള്ള സാഹചര്യം ഉണ്ട്. ഈ IFFK പ്രദർശിപ്പിക്കുന്ന സിനിമകൾ അത്തരത്തിലുള്ള കലാമൂല്യമുള്ള പ്രാധാന്യമുള്ള സിനിമകളാണ്. ആ സിനിമകളിൽ സെക്സ് കുത്തിക്കറ്റിക്കണം എന്നും പറഞ്ഞ് ഇയാൾ പരാതി കൊടുക്കാൻ പോകും, അല്ലെങ്കിൽ അതിനെതിരെ നടന്മാർക്കെതിരെ, റഷ്യയിൽ കിടക്കുന്ന നടിക്കെതിരെ ഇയാൾ പരാതി കൊടുക്കാൻ പോകും. അതാ പറഞ്ഞ് ലോക സിനിമകൾ കാണുന്ന മലയാളികൾക്ക് മുന്നിലാണ് ഈ പരാതി വരുന്നത്. അതുകൊണ്ട് ഇതിന് കഴമ്പത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ബോധം നമുക്കുണ്ട് എന്നുള്ളതൊരു പോയിന്റാണ്. പക്ഷെ ഇങ്ങനെയുള്ള പരാതികൾ ഉയർന്നു വരുന്നു. നാണം കെട്ട ഗൂഢാലോചന എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. തീർച്ചയായും. അല്ല, ഇത് ഗൂഢാലോചന തന്നെയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒളിഞ്ഞും തെളിഞ്ഞും ആ പിന്നിൽ പ്രവർത്തിച്ചവരെ എല്ലാം മലയാളികൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവന് അമ്മയുടെ ഒരു തിരഞ്ഞെടുപ്പ് ഒരു വലിയ ചർച്ചയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവാം. അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ഒരു നെഗറ്റീവ് സെൻസിലൂടെ, നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ, സിനിമ പലപ്പോഴും അങ്ങനെ ചർച്ച ആവാറുണ്ട്. അതുപോലെ ഒരു നെഗറ്റീവ് സെൻസിലൂടെ അമ്മയുടെ തിരഞ്ഞെടുപ്പ് ലൈവാക്കി നിർത്താനായി ചിലർ ശ്രമിക്കുന്നു. തീർച്ചയായും നമ്മൾ ഈ അമ്മയുടെ പ്രശ്നങ്ങൾ പുറത്ത് വരുന്ന ഘട്ടത്തിൽ അമ്മയിലെ അംഗങ്ങൾ തന്നെ പറഞ്ഞതാണ്. കാരണം 506 വ്യക്തികൾ അല്ലെങ്കിൽ 506 അംഗങ്ങൾ മാത്രമുള്ള ഒരു സംഘടനയാണ് ഇത് ഒരു സർക്കാർ സംഘടനയോ മറ്റ് തരത്തിലുള്ള ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള സംഘടനയൊന്നുമല്ല. ഞങ്ങൾ മാത്രമുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ മാത്രമായിട്ടുള്ള ഒരു സ്വകാര്യ സംഘടനയാണ്. പക്ഷെ അവിടെയുള്ള കാര്യങ്ങൾ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയാക്കപ്പെടുന്നത് താരങ്ങളുടെ ജീവിതമൊക്കെ പൊതുസമൂഹം അല്ലെങ്കിൽ സമൂഹം എത്രമാത്രം അവർ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞ വാചകമുണ്ട്, ഈ താരങ്ങൾ ആകാശത്ത് മാത്രം തിളക്കമുള്ളവരാകുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ അവരെ കണ്ട് അല്ലെങ്കിൽ അവരെ മാതൃകയാക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു പൊതുസമൂഹം, ഒരു യുവതലമുറയൊക്കെ നമുക്കുണ്ട്. അതുതന്നെയാണ് ഈ അമ്മയിലെ പ്രശ്നങ്ങൾ, ഈ താരങ്ങൾ ഉൾപ്പെടുന്ന ഈ കേസുകളൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാകുന്നതും. ശരിക്കും ഈ താരങ്ങൾ പൊതുസമൂഹത്തിന് മാതൃകയാകേണ്ടവർ തന്നെയല്ലേ? തീർച്ചയായും. അല്ല, ഇതില് ഒരു കാര്യം വിട്ടുപോയത് ഒരു കാര്യം കൂടി ഉണ്ട്. ഈ അമ്മ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ FIR-ൽ എഴുതിയിരിക്കുന്ന ഒരു വാചകം, അത് ശ്വേതാ മേനോൻ ഒരു ഓൺലൈൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യമാണ്. ഓൺലൈൻ ഇന്റർവ്യൂവിൽ കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണെന്നാണ് പറഞ്ഞത്. അതായത് ഐ ആം ദ ബെസ്റ്റ് അല്ലെങ്കിൽ ഐ ആം ദ ഹോട്ടസ്റ്റ് ലേഡി ഇൻ ദ വേൾഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും സെക്സി ആയിട്ടുള്ള വുമൺ ഞാനാണെന്ന് അവർ ഒരു ഷോയിൽ വളരെയധികം രസകരമായിട്ടുള്ളൊരു സന്ദർഭത്തിൽ അവർ പറഞ്ഞതാണ്. അതിനെ കോട്ട് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു തലമുറയെ മുഴുവൻ വഴിതിരിച്ചു വിടുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ അമ്മയുടെ തലപ്പത്തേക്ക് ഈ ശ്വേതാ മേനോൻ വരരുത് എന്ന് പറയുന്ന ചിന്തിക്കുന്ന, അല്ല അങ്ങനെ ആശയമുള്ള, അങ്ങനെ ആഗ്രഹമുള്ള ഒരു കൂട്ടം ആൾക്കാർ അവർ ചേർന്നത് ചെയ്തത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ പോലും ഇതിന്റെ തലപ്പത്തേക്ക് മറ്റൊരാൾ വരരുത്. ഒരു ലോബിയിങ് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെല്ലാം ഇപ്പോഴും കാണുന്നതാണ്. സിനിമയിൽ പലതരത്തിലുള്ള ലോബിയിങ് കടന്നു വരാറുണ്ട്. ആ ലോബിയിങ്ങിന്റെ ഒരു ഗൂഢാലോചനയുടെ അടിസ്ഥാനം തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പരാതി വന്നിരിക്കുന്നത്. ഇത് ബാലിശമായിട്ടുള്ളത് മാത്രമല്ല, അങ്ങേയറ്റം അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പരാതിയാണെന്ന് പറയാതെ വയ്യ. തീർച്ചയായും അതുതന്നെയാണ്. എന്തായാലും അമ്മയുടെ തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഈ ഒരു പരാതിയിൽ പോലും ചർച്ചയാകുന്നത്. എന്തായാലും മുൻനിരയിലേക്ക് വരുന്ന സ്ത്രീകൾക്കെതിരെ, നടിമാർക്കെതിരെ ഇത്തരത്തിൽ അശ്ലീല പ്രചാരണങ്ങൾ നടത്തുന്നത് എന്തുമാത്രം ഒരു മാനസികാവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. ഈ പരാതിയിൽ എന്ത് കഴമ്പുണ്ടെന്ന് പൊതുസമൂഹം ചിന്തിക്കണം. പേജ് 3 ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.